കൈകാണിച്ചാൽ KSRTC ബസ്സുകൾ നിർത്തിക്കൊടുക്കണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കൈകാണിച്ചാൽ വണ്ടി നിർത്താത്ത ഡ്രൈവർമാർ ഇപ്പോഴുമുണ്ട്. അത്തരക്കാരിൽ നിന്ന് ടിക്കറ്റ് കാശ് ഈടാക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന് എന്നേക്കാൾ നന്നായി ഒരു ട്രേഡ് യൂണിയനും പറയില്ല. KSRTC ലാഭത്തിലാക്കാമെന്ന പ്രതീക്ഷയില്ല എന്നും മന്ത്രി പറഞ്ഞു. ചില ദിവസങ്ങളെ വർദ്ധിച്ചിട്ടുള്ളൂ. 9 കോടി രൂപ എത്തിക്കണം എന്ന് ജീവനക്കാരോട് ആവശ്യപ്പെടുക എന്ന പരിശ്രമം ആരംഭിക്കാനായി ചെയ്യുന്നവർ ഇപ്പോഴും കൈ കാണിച്ച വണ്ടി നിർത്താത്ത ഡ്രൈവറുണ്ട്. എല്ലാ വണ്ടിയിലും ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി പണം റോഡ് സേഫ്റ്റി അതോറിറ്റി അനുവദിച്ചിട്ടുണ്ട്. വണ്ടിക്ക് അകത്തും പുറത്തും ക്യാമറ വയ്ക്കാൻ 7 കോടി രൂപയാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി KSRTC നൽകിയിരിക്കുന്നത്. എല്ലാ വണ്ടിയിലും ക്യാമറ വയ്ക്കാൻ ജനപ്രതിനിധികൾ കേൾക്കണം. ഈ ക്യാമറ നമ്മൾ പരിശോധിക്കും. കണ്ടക്ടറുടെ അനുവാദം ആവശ്യമില്ല. വഴിയിൽ നിന്ന് കൈ കാണിച്ചാൽ ഡ്രൈവർ വണ്ടി നിർത്തിയിരിക്കണം. നിർത്താത്ത പക്ഷം പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും, അല്ലെങ്കിൽ വിജിലൻസ് പരിശോധിക്കും. എവിടെ നിന്നാണോ ഡ്രൈവർ, ഇപ്പൊ വിതുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ബസ്സിൽ ഡ്രൈവർ വണ്ടി 2 പേര് കൈ കാണിച്ചു, നിർത്താതെ പോയ 2 പേരുടെ ടിക്കറ്റിന്റെ കാശ് ഡ്രൈവർ തരേണ്ടി വരും കേട്ടോ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, ഈ തീരുമാനങ്ങൾ എപ്പോഴേക്കുമായിരിക്കും നടപ്പാക്കുക? വെറുതെ പ്രസംഗത്തിൽ പറഞ്ഞതല്ലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഏതൊരു വേദിയിലാണ് ഗതാഗത മന്ത്രി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ലക്ഷ്മി, തിരുവനന്തപുരത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഗണേഷ് കുമാറിന്റെ ഈ പരാമർശം. മന്ത്രി പക്ഷേ ഇക്കാര്യത്തിൽ നേരത്തെയും കർശനമായിട്ടുള്ള നിർദ്ദേശം KSRTC നൽകിയിട്ടുണ്ട്. അതായത് യാത്രക്കാർ കൈ കാണിച്ചാൽ വണ്ടി നിർത്തണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ KSRTC നൽകിയിരുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധി KSRTCയിലുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാരെ പരമാവധി കയറ്റി അത് നഷ്ടം കുറയ്ക്കുക, അതാണ് ഉത്തരവാദിത്തമെന്ന് മന്ത്രി പലപ്പോഴും ആവർത്തിക്കുന്നതാണ്. പക്ഷേ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്ന് വലിയ അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടെന്നാണ് മന്ത്രി സൂചിപ്പിക്കുന്നത്. യാത്രക്കാർ കൈ കാട്ടിയാലും നിർത്താതെ പോകുന്ന ഡ്രൈവർമാർ ഇപ്പോഴും ഉണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബസ്സുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാനാണ് ഗതാഗത വകുപ്പ് ഒരുങ്ങുന്നത്. അതായത് ഈ യാത്രക്കാർ കൈകാണിച്ച് നിർത്താതെ പോകുന്ന ഡ്രൈവർമാരുണ്ടോ എന്നത് കണ്ടെത്താനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്നാണ് മന്ത്രി പറഞ്ഞത്. അങ്ങനെ കൈകാണിച്ചിട്ടും നിർത്താതെ പോയാൽ ആ ടിക്കറ്റ് കാശ് ഡ്രൈവർമാരിൽ നിന്ന് ഈടാക്കുമെന്ന് വരെ മന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് മാത്രമല്ല, KSRTCയുടെ നഷ്ടം പരമാവധി കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറയുന്നു. ലാഭത്തിലാക്കാം KSRTC എന്ന പ്രതീക്ഷ തനിക്ക് ഇല്ല. പക്ഷേ നഷ്ടം കുറച്ച് അതിന്റെ വരവിനേക്കാൾ കൂടുതൽ ചെലവുള്ള സ്ഥിതി എന്നത് മാറ്റണമെന്ന ലക്ഷ്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജീവനക്കാർ പരമാവധി സഹകരിക്കണം. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ജീവനക്കാർ എന്നോടൊപ്പം നിൽക്കണമെന്നാണ് മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതൊരു ഉത്തരവായിട്ടോ അല്ലെങ്കിൽ സർക്കുലറായിട്ടോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഗതാഗത വകുപ്പ് പോകുന്നു എന്ന് ഈ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ CCTV ക്യാമറകൾ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി ഗതാഗത വകുപ്പ് പോയിട്ടുണ്ട്. അതിനുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ബസ്സുകളിൽ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യും. അപ്പോൾ അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഡ്രൈവർമാർ വാഹനം നിർത്താതെ പോകുന്നുണ്ടോ എന്നത് കൂടി പരിശോധിക്കുക എന്ന ലക്ഷ്യം അതിനുണ്ടെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ മന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ KSRTCയെ ലാഭത്തിലാക്കാമെന്ന പ്രതീക്ഷ തനിക്ക് എന്തായാലും ഇല്ല. അത് വലിയ നഷ്ടത്തിലാണ് പോകുന്നത്. പക്ഷേ അതിന്റെ നഷ്ടം കുറയ്ക്കുക എന്ന ഉദ്ദേശമാണുള്ളത്. അതിന് ജീവനക്കാർ പരമാവധി സഹകരിക്കണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ലക്ഷ്മി, തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.